അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. ഏലം വിളവെടുപ്പ് ഹൈറേഞ്ചിൽ ഊർജിതമായി. കുരുമുളക് വിലയിൽ വർധന. പ്രതീക്ഷയിൽ റബ്ബർ മേഖല. ഏലം വിളവെടുപ്പ് ഹൈറേഞ്ചിൽ ഊർജിതമായതോടെ പുതിയ ചരക്ക് വിറ്റഴിക്കാൻ ഉൽപ്പാദകരും രംഗത്തിറങ്ങി. പ്രതിദിനം 1.5 ലക്ഷം കിലോയിലധികം ഏലക്ക വരെ ലേലത്തിനെത്തുന്നുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്സവ സീസണിൽ ഒരുങ്ങുന്നതിനാൽ ഉൽപ്പന്നത്തിന് ആഭ്യന്തര ഡിമാൻഡ് ശക്തമാണ്. ആദ്യ ലേലത്തിൽ വരവ് 20,090 കിലോയായി ചുരുങ്ങി. ശരാശരി ഇനങ്ങൾ കിലോ 2,538 രൂപയിലും മികച്ച ഇനങ്ങൾ 2,851 രൂപയിലും കൈമാറി. കയറ്റുമതിക്കാർ രംഗത്ത് സജീവമാണ്. ഇന്ത്യൻ കുരുമുളക് വിലയിൽ പൊടുന്നനെ സംഭവിച്ച വിലയിടിവ് സ്റ്റോക്കിസ്റ്റുകളെ ഞെട്ടിച്ചു. എന്നാൽ വിയറ്റ്നാമിൽ കുരുമുളക് വില വീണ്ടും ഉയർന്നാണ് വ്യാപാരം നടന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റ് വില ഉയർത്താൻ ഇടയുണ്ട്. ചരക്ക് ക്ഷാമവും വിദേശ ഡിമാൻഡും വിയറ്റ്നാം കുരുമുളക് വില ഇനിയും ഉയർത്തുമെന്ന സൂചനയാണ് രാജ്യാന്തര വിപണിയിൽ നിന്നും ലഭ്യമാവുന്നത്. കൊച്ചിയിൽ അൺഗാർബിളിൽ 691 രൂപയായി താഴ്ന്ന് വ്യാപാരം നടന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മഴ കുറഞ്ഞത് അവസരമാക്കി ഉൽപ്പാദകർ ടാപ്പിംഗിന് ഉത്സാഹിച്ചു. മാസമധ്യത്തോടെ കാലാവസ്ഥ തെളിയുമെന്ന പ്രതീക്ഷയിലാണ് കാർഷിക മേഖല. ഇതിനിടയിൽ വിദേശ വിപണികളിലെ തളർച്ച മറയാക്കി ടയർ നിർമ്മാതാക്കൾ വിവിധയിനം ഷീറ്റ് വില കുറച്ചാണ് ശേഖരിച്ചത്. 4ാം ഗ്രേഡ് റബ്ബർ 19,300 രൂപയിൽ നിന്ന് 19,000 രൂപയായി ഇടിഞ്ഞു. 5ാം ഗ്രേഡ് 18,700 രൂപയിലും ലാറ്റക്സ് 12,300 രൂപയിലും വിപണനം നടന്നു. മുഖ്യ റബ്ബർ കയറ്റുമതി വിപണിയായ ബാങ്കോക്കിൽ റബ്ബർ വില കിലോ 19,150 രൂപയാണ്. രാജ്യാന്തര തലത്തിൽ റബ്ബർ അവധി വിലകളിലും കുറവ് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർഷകർക്ക് ആശ്വാസമായി കൃഷി വകുപ്പിന്റെ കാർഷിക ചന്തകൾ. 2,510 മെട്രിക് ടൺ പച്ചക്കറികളാണ് കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ചത്. സെപ്റ്റംബർ 1 മുതൽ 4 വരെ 3,446 മെട്രിക് ടൺ പച്ചക്കറികളാണ് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഭരിച്ചത്. സംസ്ഥാനത്തുടനീളമുള്ള 2,000 വിപണന കേന്ദ്രങ്ങൾ വഴിയായിരുന്നു സംഭരണം. ഇതിൽ 2,510 മെട്രിക് ടൺ പച്ചക്കറികൾ കർഷകരിൽ നിന്നും നേരിട്ടാണ് സംഭരിച്ചത്. സംഭരണ തുകയായ 10.05 കോടി രൂപയിൽ ഭൂരിഭാഗവും കർഷകർക്ക് വിതരണം ചെയ്തതായാണ് കൃഷി വകുപ്പ് വ്യക്തമാക്കിയത്. പൊതുവിപണിയിലെ വിലയുടെ 10% അധികം വില നൽകിയാണ് കർഷകരിൽ നിന്നും പഴം പച്ചക്കറികൾ സംഭരിച്ചിരിക്കുന്നത്. ഇവ വിപണി വിലയേക്കാൾ 30% വരെ വില കുറച്ചാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയത്. ഓണവിപണിയിലെ അനിയന്ത്രിതമായ വിലക്കയറ്റം തടയാൻ ഉദ്ദേശിച്ചായിരുന്നു കർഷക ചന്തകൾ. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പുവരുത്താൻ ഉദ്ദേശിച്ച് നടപ്പിലാക്കുന്ന കർഷക ചന്തകളിലൂടെ ഓണക്കാലത്ത് പരമാവധി സുരക്ഷിത ഭക്ഷണം പൊതുജനത്തിന് ഉറപ്പുവരുത്തുകയായിരുന്നു ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ തേയില ഉൽപ്പാദനത്തിൽ വർധന. ജൂലൈ മാസത്തിലെ കണക്കുകളിലാണ് വർധന രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജൂലൈയിൽ ഇന്ത്യയുടെ തേയില ഉൽപ്പാദനം 14% വർദ്ധിച്ച് 171.72 ദശലക്ഷം കിലോഗ്രാമായി. പ്രതികൂല കാലാവസ്ഥ മൂലം രാജ്യത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ തേയില ഉൽപ്പാദനത്തിൽ ഇടിവുണ്ടായിട്ടും മൊത്തം രാജ്യത്തിന്റെ ഉൽപ്പാദനം മുന്നോട്ട് തന്നെയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 150.36 ദശലക്ഷം കിലോഗ്രാമായിരുന്നു. ജൂലൈയിൽ തെക്കൻ മേഖലയിലെ തേയില ഉൽപ്പാദനം 10% കുറഞ്ഞു. ഏതാണ്ട് 15% ഇടിവാണ് തമിഴ്നാട്ടിലുണ്ടായത്. കഴിഞ്ഞ വർഷം ഈ മേഖലയിലെ ഉൽപ്പാദനം 22.79 ദശലക്ഷം കിലോഗ്രാമായിരുന്നു. ഇത് 20.36 ദശലക്ഷം കിലോഗ്രാമായി കുറഞ്ഞു. തമിഴ്നാട്ടിലെ അധിക മഴയും വെയിൽ കുറഞ്ഞതുമാണ് ജൂലൈയിൽ ഉൽപ്പാദനം കുറയാൻ കാരണം. അസമിൽ ഉൽപ്പാദനം 24%, പശ്ചിമ ബംഗാളിൽ 9.4% എന്നിങ്ങനെയാണ് മുന്നേറ്റം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിലയിലെ ചാഞ്ചാട്ടം പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് നാളികേര വികസന ബോർഡ്. ശക്തമായ തിരുത്തൽ നടപടികളാണ് ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഗവേഷണ സ്ഥാപനങ്ങളുടെ സംയുക്ത ശ്രമങ്ങളിലൂടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, കൂടുതൽ മേഖലകളിലേക്ക് കൃഷി വ്യാപിപ്പിക്കുക, കരിക്കിനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, കർഷകർക്ക് ആദായകരമായ വില ഉറപ്പാക്കുക, നാഫെഡ് വഴി ബഫർ സ്റ്റോക്കുകൾ നിലനിർത്തുക തുടങ്ങിയവയാണ് ബോർഡ് ശുപാർശ നൽകിയിരിക്കുന്നത്. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ.